സുജു അങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ ഓണത്തിന്റെ പരിസമാപ്തി കുറിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആറന്മുള വള്ളംകളി. അതിന്റെ സമാപനം ഇപ്പോൾ കുറിച്ചിരിക്കുന്നു. അത് മേലുക്കര പള്ളിയോടമാണ് ഇപ്പോൾ ഈ സമ്മാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. സുജു, ആവേശകരമായി തുഴയെറിഞ്ഞുകൊണ്ടായിരുന്നു പള്ളിയോട്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് തീർച്ചയായിട്ടും വളരെ വാശിയേറിയ മത്സരത്തിനൊടുവിലാണ് മേലുകര ജേതാക്കളായത്. ഇപ്പോൾ കാണുന്ന ദൃശ്യം മേലുകരയ്ക്കുള്ള ട്രോഫി ഉത്തരാട് ജലമേളയുടെ ട്രോഫി കൊടുക്കുന്ന കാഴ്ചയല്ല. ഇത് പല ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന എ ബാച്ചിൻ്റെ മന്നം ട്രോഫിയുണ്ട്, വിവിധ ട്രോഫികളുണ്ട്. അതിൽ മന്നം ട്രോഫി കരസ്ഥമാക്കിയവർക്ക് നൽകുന്ന മന്നം ട്രോഫി നൽകുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ പുറത്ത് കാണാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്രട്ടാട് ജലമേളയിൽ ഈ തവണ ജലരാജാക്കന്മാരായി മാറിയിരിക്കുന്ന മേലുകര പള്ളിയോടമാണ്. വാശിയേറിയ പോരാട്ടമാണ് ഫൈനൽ നമ്മൾ കണ്ടത്. ഈ ഫൈനൽ മത്സരത്തിൽ 4 പള്ളിയോടങ്ങൾ അയിരൂർ, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരി മല, കിഴക്ക, മേലുകര ഈ 4 പള്ളിയോടങ്ങളായിരുന്നു തീ പാറുന്ന മത്സരത്തിൽ പങ്കെടുത്തത്. ഇഞ്ചോടിഞ്ച് മത്സരത്തിനൊടുവിലാണ് മേലുകര ഇത്തവണ ഉത്രട്ടാട് ജലമേളയിൽ ജലരാജാക്കന്മാരായ കാഴ്ച. വലിയ വാശിയുള്ള പോരാട്ടം, അതായത് ഈ മത്സരത്തിലുടനീളം പങ്കെടുത്ത വലിയ വാശിയേറിയ മത്സരം. കഴിഞ്ഞ തവണ കോഴിപ്പുറ ഉൾപ്പെടെയുള്ള വലിയ പള്ളിയോടങ്ങളോട് ശക്തമായ മത്സരം കാഴ്ചവെച്ച ശേഷമാണ് മേലുകര ഇത്തവണ ഉത്രട്ടാട് ജലമേളയുടെ ജലരാജാക്കന്മാരായി തീർന്ന കാഴ്ച. ഏതാണ്ട് 1:30 മുതൽ തന്നെ മത്സരം ആരംഭിക്കുമ്പോൾ തന്നെ വളരെ മനോഹരവും അതുപോലെ വാശിയേറുന്ന തീവാറുന്ന മത്സരമായിരുന്നു. ഓരോ ഹീറ്റ്സ് മത്സരങ്ങളിൽ പോലും ആ വാശിയും വീറും കാണാൻ സാധിക്കുമായിരുന്നു. അല്പസമയത്തുള്ളിൽ തന്നെ മേലുകരയ്ക്ക് ഇത്തവണത്തെ ഉത്രട്ടാട് ജലമേളയുമായി ബന്ധപ്പെട്ട ട്രോഫി സമ്മാനിക്കുന്നതാണ്. അതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. എന്തിനും നമ്മൾ ഈ പമ്പ നദിയിൽ കണ്ടത് പമ്പയുടെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ചുകൊണ്ട് അതിവേഗം കുതിച്ചു പായുന്ന പള്ളിയോടങ്ങളും ആ പള്ളിയോടങ്ങൾക്കൊപ്പം വലിയ ആവേശത്തിൽ തന്നെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ വഞ്ചിപ്പാട്ടിൻ്റെയും എല്ലാ പൊലിമയും നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഇന്ന് നടന്ന ഈ വള്ളംകളിയുടെ മത്സരങ്ങളെല്ലാം തന്നെ. ഉമ, കരസ്ഥമാക്കിയത് നെല്ലിക്കൽ ശങ്കർ ട്രോഫി കരസ്ഥമാക്കിയത് നെല്ലിക്കൽ. യെസ്, അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അതിൻ്റെ സമാപനത്തിലെത്തിയിരിക്കുന്നു. ജലരാജാവായി മേലുക്കര പള്ളിയോടം ജലരാജാവായിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 1:30 ഈ വള്ളംകളി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. കരുത്തോടെ, വലിയ രീതിയിൽ കരുത്തോടെ തുഴയെറിഞ്ഞുകൊണ്ട് അങ്ങനെ മേലുക്കര വിജയികളായിരിക്കുന്നു എന്നുള്ളതാണ്. എ ബാച്ച് ഫൈനൽ കഴിയുമ്പോൾ സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, അങ്ങനെ ഓണാഘോഷത്തിന് സമാപനം കുറിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി വളരെയധികം ചരിത്ര പ്രസിദ്ധമാണ്. ഒരുപക്ഷെ വിദേശത്ത് നിന്നടക്കം ആളുകൾ കാണാനെത്തുന്ന ഒരു ജലമേള തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും അതിൻ്റെ സമാപനമായിരിക്കുന്നു. സമാപനത്തിൽ മേലുക്കര അങ്ങനെ വിജയിയായിരിക്കുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ? ഈ ബാച്ചിന്റെ 3-ാം സ്ഥാനം ബി ബാച്ച്. ബി ബാച്ച് 3-ാം സ്ഥാനം എടപ്പാവൂർ. 3-ാം സ്ഥാനം മല്ലപ്പുഴശ്ശേരി. എ ബാച്ച് 3-ാം സ്ഥാനം മല്ലപ്പുഴശ്ശേരി. എ ബാച്ച് 3-ാം സ്ഥാനം മല്ലപ്പുഴശ്ശേരി. സുജു ചേരുന്നുണ്ട്. സുജു, അങ്ങനെ സമ്മാന വിതരണം അത് പുരോഗമിക്കുകയാണ്. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ്
തീർച്ചയായിട്ടും ഇപ്പോൾ സമ്മാന വിതരണം കഴിഞ്ഞ് തുടരുകയാണ്. മേലുകാവിനുള്ള ഇത്തവണത്തെ ഉത്തരാഖണ്ഡ് ജലമേള ജലരാജക്കന്മാരായ മേലുകാവ് അവർക്കുള്ള ട്രോഫി മേടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ തുടർന്ന് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ട്രോഫികളാണ് നൽകുന്നത്. അത് നിരവധി ട്രോഫികളുണ്ട്. മന്നൻ ട്രോഫിയുണ്ട്, ശങ്കർ മെമ്മോറിയൽ ട്രോഫിയുണ്ട്. അത്തരം ട്രോഫികൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തവണത്തെ ജലമേളയ്ക്ക് പരിസമാപ്തി കുറിക്കുകയാണ്. വളരെ ആവേശം നിറഞ്ഞ ഒരു ഉത്തരാഖണ്ഡ് ജലമേളയ്ക്ക് കൂടിയാണ് ഇത്തവണ പരിസമാപ്തി കുറിക്കുന്നത്. ആറന്മുളയുടെ മണ്ണിൽ നിന്ന് ഇത്തവണയും ജലമേളയും തിരുവോണത്തോണിയും എല്ലാം മുന്നോട്ട് പോയിരുന്നത്. നിരവധി ആചാര വിശ്വാസ നിഷ്ഠയുള്ള ഒരു നാട് കൂടിയാണ്, പൈതൃക ഗ്രാമമാണ് ആറന്മുള. ഏറ്റവും വാശിയേറിയ ആ ഗ്രാമത്തിന്റെ എല്ലാ പൈതൃകവും അതേപോലെ തന്നെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങൾക്ക് പറ്റിയ ഒഴിവ നഷ്ടപ്പെടാത്ത തരത്തിലുള്ള വള്ളംകളി കൂടിയാണ് നമുക്ക് അതിലെ ആ മത്സരത്തിൽ വാശിയേറിയ മത്സരത്തിലാണ് മേലുകാവ് വിജയികളായി മത്സരിച്ച ആ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത ആളുകൾ അയിരൂർ പള്ളിയോടം, വല്ലപ്പുഴശ്ശേരി പള്ളിയോടം, എടശ്ശേരി മല, കിഴക്ക, മേലുകര. അതിൽ ഏറ്റവും ഒടുവിൽ വാശിയേറിയ മത്സരത്തിൽ ഫോട്ടോ ഫിനിഷിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രമേൽ വാശിയേറുന്ന തീ പാറുന്ന മത്സരമായിരുന്നു. ചന്ദ്രകംസിൽ നിന്ന് 4 പള്ളിയോടങ്ങളും ഒപ്പത്തിനൊപ്പം പാഞ്ഞെത്തുകയും വെച്ച ഒടുവിലാണ് മേലുകര വിജയിയാവുകയും ചെയ്തത്. ഏബാച്ച് ഫൈനലാണ് ഫൈനൽ വിജയിച്ചിരുന്നു. ഉത്തരാഖണ്ഡ് ജലമേളയുടെ ഇത്തവണ ജനരാജക്കന്മാരാണെന്ന ചോദ്യത്തിലുള്ള ഉത്തരം മേലുകര എന്ന നിസ്സംശയം പറയാൻ പറ്റുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ശരി സുജു, അങ്ങനെ ആചാരപ്പെരുമയിൽ ആറന്മുള ഉത്രട്ടാതി ജലമേള അവസാനിച്ചിരിക്കുന്നു. അതിൻ്റെ സമാപന ചടങ്ങുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. മേലുകര പള്ളിയോടമാണ് എ ബാച്ച് ഫൈനൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് പള്ളിയോടങ്ങൾക്കുള്ള സമ്മാന വിതരണവും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം ഓണത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള മറ്റൊരു ചടങ്ങ് കൂടിയാണ് ഇവിടെ പര്യവസാനിക്കുന്നത്.